ചില പണികൾ കണ്ടാലുണ്ടല്ലോ കണ്ണെടുക്കാതെ നോക്കി നിന്ന് പോകും. അങ്ങനെ ഒരു വർക്കാണിത് കേട്ടോ. ആദ്യം നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ കുറേ വീക്ഷിച്ചുകൊണ്ടിരുന്നു. 4-5 കഥകളൊക്കെ അടിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു കൗതുകം കണ്ടപ്പോൾ അദ്ദേഹത്തിനോട് ചോദിച്ചിട്ട് വീഡിയോ എടുത്തു. നല്ല രസമുണ്ട് കേട്ടോ. ഭയങ്കര ക്ഷമ വേണം. കുത്തിയിരുന്നത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല ക്ഷമ വേണം. പിന്നെ കുറേ കലാപരമായ കഴിവ്, അതൊരനുഗ്രഹം തന്നെയാണ് കേട്ടോ. അദ്ദേഹത്തിൻ്റെ ആ കൈയുടെ ചലനങ്ങൾ, ഓരോ നിമിഷവും ഓരോ സെക്കൻഡും അദ്ദേഹം എത്രത്തോളം ക്ഷമയോടുകൂടി കുത്തിയിരുന്ന് വരയ്ക്കുന്നത് കാണുമ്പോൾ എല്ലാവരും കുറേ പേരിങ്ങനെ നോക്കി നിന്ന് കേട്ടോ. അദ്ദേഹത്തിൻ്റെ ആ ഒരു എന്താ പറയുന്നത് കലാപരമായ കഴിവിനെ ഇങ്ങനെ കുറേ നാൾ എല്ലാ കഥകളും ഇങ്ങനെ തേക്ക് പോലെ വരച്ചത്. ഇത് മാത്രമല്ല കേട്ടോ, കുറേ വർക്കുകൾ അദ്ദേഹത്തിന് വേറെ ഉണ്ട്. എന്തായിരുന്നാലും ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ പിന്നെ അടുത്തൊരു ചോദ്യം പറയുമ്പോൾ, ഇതിനു മുമ്പ് ഒരു സൈറ്റിലും ഇതൊന്നും കണ്ടിട്ടില്ലേ എന്ന്. കണ്ടിട്ടുണ്ട് കൂട്ടുകാരെ, ഒരുപാട് സൈറ്റുകളിൽ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതുപോലെ കുത്തിയിരുന്ന് ക്ഷമയോടുകൂടി പണിയെടുക്കുന്ന ആൾക്കാർ വളരെ വിരളമാണ്. നല്ലതുപോലെ ഓരോ എന്താ പറയുക ടച്ചപ്പ് നോക്കി ഓരോ സെക്കൻഡ് ഓരോ നൂലിനെ പോലും അദ്ദേഹം ശ്രദ്ധയോടു കൂടിയാണ് ചെയ്യുന്നത്. അത് കാണുമ്പോഴുണ്ടാകുന്ന ഒരു കൗതുകം ഉണ്ടല്ലോ, അതാണ് പറഞ്ഞറിയിക്കാൻ പറ്റുന്നത്. അദ്ദേഹത്തിൻ്റെ പേര് ചോദിച്ചപ്പോൾ രഘു എന്നാണ് പറഞ്ഞത്. സ്ഥലം എവിടെയാണെന്ന് ചോദിക്കാൻ വിട്ടുപോയി. എന്തായിരുന്നാലും അദ്ദേഹത്തിൻ്റെ ആ ഒരു കലാപരമായ കഴിവുണ്ടല്ലോ, അതൊരു അനുഗ്രഹം തന്നെയാണ് കേട്ടോ. നല്ലതുപോലെ വർക്ക് ചെയ്യുന്നുണ്ട്. മറ്റുള്ളവരുടെ കഴിവിനെ അംഗീകരിക്കാൻ നമ്മൾ മലയാളികളെ കഴിഞ്ഞിട്ടേ ഉള്ളൂ മറ്റാരും. ഇദ്ദേഹത്തിൻ്റെ ഈ കഴിവിനെയും കുറച്ച് പേരെങ്കിലും കാണട്ടെ, മറ്റുള്ളവരും അറിയട്ടെ. സംഭവം ഇത് നിസ്സാരമായ കാര്യമായിരിക്കാം, പക്ഷേ ഇതിനുവേണ്ടി അദ്ദേഹം എടുക്കുന്ന ആ എഫേർട്ട്, ആ സമയം, ആ സൂക്ഷ്മത, അത് നമ്മൾ കാണണം. ഇതിൽ കൂടി തന്നെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും അദ്ദേഹത്തിൻ്റെ ആ ഒരു എഫേർട്ടും ആ ഒരു കഴിവും. അതാണ് വർക്കിന് വേണ്ടി ഏതറ്റം വരെയും പോകുന്ന ആൾക്കാരുണ്ട്, പെയിൻറ്റിങ്ങുകാർ പ്രത്യേകിച്ച്. സത്യത്തിൽ അവരുടെ അത്രയും എഫേർട്ട് വേറെ ആരും എടുക്കുന്നില്ല.